ന്യൂസ് മലയാളം 24/7 സത്യം പറയട്ടെ. ആരാണ് പൂജ ചെയ്തത് എന്ന് കാലം തെളിയിക്കും. DK ശിവകുമാറിന്റെ മൃഗബലി ആരോപണത്തിൽ വാദപ്രതിവാദങ്ങൾ ശക്തമാകുന്നു. സ്വാഗതം സന്ധ്യാനേരത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക്. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. DK ശിവകുമാറിന്റെ മൃഗബലി ആരോപണം തള്ളി ഇന്റലിജൻസ് വിഭാഗങ്ങൾ. കേരളത്തിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മൃഗബലി നടന്നിട്ടില്ലെന്ന് കണ്ടെത്തൽ. അന്വേഷണം നടത്തിയത് കേരള കർണാടക ഇന്റലിജൻസ് വിഭാഗങ്ങൾ. തളിപ്പറമ്പിലെയും മാടായിയിലെയും ക്ഷേത്രങ്ങളിലെത്തി വിവരശേഖരണം. പ്രാഥമിക അന്വേഷണം നടത്തിയത് തന്നെയും സിദ്ധരാമയ്യയെയും അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാൻ കേരളത്തിൽ പഞ്ചബലി നടത്തിയെന്ന DK ശിവകുമാറിന്റെ ആരോപണത്തിൽ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന അവയവ കച്ചവടത്തിൽ പ്രതികരിക്കാതെ ആരോഗ്യവകുപ്പ്. വാർത്ത പുറത്തു വന്ന് 2 ദിവസമാകുമ്പോഴും മൗനം തുടരുന്നു. മിണ്ടാതെ പ്രതിപക്ഷവും. അവയവക്കടത്ത് സംബന്ധിച്ച ന്യൂസ് മലയാളം വാർത്തയിൽ പ്രതികരിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെറ്റായ കാര്യങ്ങൾക്കെതിരെ നടപടിയുണ്ടാകണം. ഇത്തരം തെറ്റുകളെ ഇടതുപക്ഷം പിന്തുണയ്ക്കില്ലെന്നും MV ഗോവിന്ദൻ. പരിശോധിക്കട്ടെ, നന്നായിട്ട് പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. തെറ്റായ ഒരു നിലപാടിനെയും സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകേണ്ട ഒരു കാര്യവും CPM ഇല്ല. തെറ്റായ നിലപാട് എവിടെയെങ്കിലും ഏത് മേഖലയിലായാലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശോധനയ്ക്ക് വിധേയപ്പെടുത്താൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചു പോകും. ഗൗരവതരമായ സംഭവമാണെന്നും ശക്തമായ നടപടി വേണമെന്നും AA റഹീം. വളരെ ഗൗരവമുള്ളതും ഞെട്ടിപ്പിക്കുന്നതുമായ വാർത്തയാണ് അവയവദാനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായ ജാഗ്രത പൊതുസമൂഹത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. നിയമ നടപടികൾ ആവശ്യമാണ്, ശക്തമായ നിയമ നടപടികൾ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുഴുവൻ റാക്കറ്റിനെയും കണ്ടെത്തേണ്ട ബാധ്യതയും ഉണ്ട്. അത് അന്വേഷണമുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ അവബോധം സൃഷ്ടിക്കേണ്ട ആവശ്യവും ഇത് സംബന്ധിച്ചു. പിന്നിലുള്ള റാക്കറ്റുകളെ കണ്ടെത്തണമെന്നും ആവശ്യം. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ പ്രജ്വൽ രേവണ്ണ ജൂൺ 6 വരെ പോലീസ് കസ്റ്റഡിയിൽ. ജർമ്മനിയിൽ നിന്നെത്തിയ പ്രജ്വലിനെ അറസ്റ്റ് ചെയ്തത് ഇന്നു രാവിലെ ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച്. പ്രജ്വൽ രേവണ്ണയുടെ പാസ്പോർട്ട് അടക്കം പിടിച്ചെടുത്തു. പ്രജ്വലിനെ അറസ്റ്റ് ചെയ്തത് വനിതാ SP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം. ജൂൺ 2-ന് ജയിലിലേക്ക് മടങ്ങുമെന്ന് അരവിന്ദ് കെജ്രിവാൾ. തിഹാർ ജയിലിലെത്തി കീഴടങ്ങും. ഏകാധിപത്യം അവസാനിപ്പിക്കാൻ ജയിലിൽ പോകുന്നതിൽ അഭിമാനമെന്നും അരവിന്ദ് കെജ്രിവാൾ. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ 19 പ്രതികൾക്കും ജാമ്യം അനുവദിച്ച ഹൈക്കോടതി. ജസ്റ്റിസ് ഡയസ് ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെ. വിചാരണ പൂർത്തിയാകും വരെ പ്രതികൾ സംസ്ഥാനം വിടരുത് എന്നും നിർദ്ദേശം. മുഖ്യമന്ത്രിക്കെതിരെ സിദ്ധാർത്ഥന്റെ കുടുംബം. ആദ്യഘട്ടത്തിൽ കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചു. ആഭ്യന്തരമന്ത്രി അറിയാതെ ഇത്തരം അട്ടിമറി നടക്കില്ല. കേസിൽ ജാമ്യം നൽകിയതിൽ നിരാശയുണ്ടെന്നും പ്രതികൾ പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കുമെന്നും കുടുംബം. ഡിപ്പാർട്ട്മെന്റ് ചെയ്തു പറഞ്ഞാൽ അതാണ്. എക്സാലോജിക്കിൽ ന്യായീകരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ദുബായ് എക്സാലോജിക്കിന് വീണയുടെ കമ്പനിയുമായി ബന്ധമില്ല. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നടക്കുന്നത് കള്ളപ്രചാരണം. മദ്യനയം പാർട്ടി ചർച്ച ചെയ്തിട്ടില്ലെന്നും പുതിയ മദ്യനയം ഉണ്ടാകുമെന്നും MV ഗോവിന്ദൻ. റൂബിൻ ലാലിന്റെ അറസ്റ്റിൽ വെറ്റിലപ്പാറ CI ആൻഡ്രിക് ഗ്രൗമിക്ക് വീഴ്ച പറ്റിയതായി കണ്ടെത്തൽ. റൂബിന്റെ അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിക്കാതെ. CIക്കെതിരെ അടിയന്തര അന്വേഷണം നടത്താനും നിർദ്ദേശം. പത്മനാഭ
പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗുരുതര സുരക്ഷാ പാളിച്ച. ക്യാമറകളിൽ പലതും പ്രവർത്തനരഹിതം. ഓട്ടോമാറ്റിക് സുരക്ഷാ സംവിധാനവും തകരാറിൽ. അറ്റകുറ്റപ്പണിക്ക് തുക അനുവദിക്കാതെ സർക്കാരും ഭരണസമിതിയും. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷയിൽ ലാഘവ സമീപനം. സെക്യൂരിറ്റി ഓഡിറ്റ് സമയബന്ധിതമായി നടപ്പാക്കുന്നില്ല. ക്ഷേത്രത്തിൽ ഇപ്പോഴുമുള്ളത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വയറിംഗ്. അഗ്നിശമന സംവിധാനങ്ങളും പരിതാപകരമായ സ്ഥിതിയിൽ. ന്യൂസ് മലയാളം 24/7 ഇൻവെസ്റ്റിഗേഷൻ. കോഴിക്കോട് ഉൾപ്പെടെ 2 കുട്ടികൾ, ഒരു കുടുംബത്തിലെ 4 പേർക്ക് ഭക്ഷ്യവിഷബാധ. 11 വയസ്സുകാരി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ. കുട്ടിയുടെ അമ്മയുടെ നിലയും ഗുരുതരം. ഭക്ഷണം കഴിച്ച വയനാട് വൈത്തിരിയിലെ ബാംബു ഹോട്ടലിൽ പരിശോധന. പഴകിയ പൊറോട്ട കണ്ടെത്തി. ജീവനക്കാർക്ക് ആവശ്യമായ ആരോഗ്യ പരിശോധനാ കാർഡുകളില്ലെന്നും കണ്ടെത്തൽ. വാഴൂർ സോമൻ MLAക്ക് ആശ്വാസം. പീരുമേട്ടിലെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കില്ല. എതിർ സ്ഥാനാർത്ഥി സിറിയക് തോമസിന്റെ ഹർജി തള്ളി ഹൈക്കോടതി. സത്യവാങ്മൂലത്തിൽ വിവരങ്ങൾ മറച്ചുവെച്ചെന്നും ആരോപണം. കൊടും ചൂടിൽ വെന്തുരുകി രാജ്യതലസ്ഥാനം. താപനില 50 ഡിഗ്രി കടന്നു. സംസ്ഥാനങ്ങളിൽ നിന്നും വെള്ളം എത്തിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി സർക്കാർ സുപ്രീം കോടതിയിൽ. വെള്ളം പാഴാക്കുന്നവർക്ക് പിഴ ഈടാക്കാനും തീരുമാനം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആവേശം. അവസാന ലാപ്പിൽ. അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. 7 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ 57 മണ്ഡലങ്ങൾ വിധിയെഴുതും. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ്. ആലപ്പുഴ ഹരിപ്പാട് പേവിഷബാധയേറ്റ 8 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഡോക്ടർമാർ ഗുരുതര അനാസ്ഥ കാണിച്ചെന്ന് കുടുംബം. നായ ആക്രമിച്ചെന്ന് പറഞ്ഞിട്ടും കുത്തിവയ്പ്പെടുത്തില്ലെന്നും ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടും വേണ്ട ചികിത്സ നൽകിയില്ലെന്നും ആരോപണം. കുട്ടിയെ കൊണ്ടുവന്ന് വീണ് പരിക്കേറ്റ നിലയിലെന്നും നായയുടെ കാര്യം പറഞ്ഞിട്ടില്ലെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട്. കൊച്ചി ഇടപ്പള്ളി ഫ്ലൈ ഓവറിൽ ബസ് ഓട്ടോ ഡ്രൈവർമാർ തമ്മിൽ കയ്യാങ്കളി. തർക്കം സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഓട്ടോ ഡ്രൈവർ ബസിന്റെ ചില്ലടിച്ചു തകർത്തുന്ന യാത്രക്കാർ. ഗതാഗത കുരുക്കിൽ വലഞ്ഞ് യാത്രക്കാർ. കേരള ബ്ലാസ്റ്റേഴ്സ് അസിസ്റ്റന്റ് കോച്ച് ഫ്രാങ്ക് ഡോവനും ടീം വിട്ടു. കോച്ചിന് നന്ദി അറിയിച്ച് ബ്ലാസ്റ്റേഴ്സ്. ഫ്രാങ്കിന്റെ അശ്രാന്ത പരിശ്രമത്തിന് അഭിനന്ദനമെന്നും ക്ലബിന്റെ കുറിപ്പ്.